Welcome to Arcade Stories. പ്രിയ പ്രണയിനി ഭാഗം 22. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. തിരക്കിനിടയിലേക്ക് വന്നു നിന്ന പോലീസ് വണ്ടി കണ്ട് പലരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്ക് തിരിഞ്ഞു. വണ്ടിയിൽ നിന്നും ഇറങ്ങിയ ദേവനെ നോക്കി താലവുമായി വരി നിന്നിരുന്ന പെൺകുട്ടികളിൽ ചിലർ അടക്കം പറഞ്ഞത് ഗൗരിയുടെ കാതിലേക്കുമെത്തി. അവളുടെ മുഖത്ത് കുറുമ്പ് നിറഞ്ഞു. ഈ ചെക്കന്റെ ഭംഗി അല്പം കുറക്കേണ്ടി വരുമോ? ആ മീശ അങ്ങോട്ട് വടിച്ചു കളയാൻ പറഞ്ഞാലോ? ഒരു ചെറു ചിരിയോടെ ആലോചന അത്രത്തോളം എത്തിയപ്പോഴേക്കും ദേവൻ അടുത്തേക്കെത്തി. തൊപ്പിയും കയ്യിൽ പിടിച്ചുകൊണ്ട് ദേവിയുടെ അടുത്തേക്ക് കുസൃതി ചിരിയോടെയുള്ള അവന്റെ ആ വരവ് കണ്ട് ഇരുവരെയും പരിചയമുള്ള മറ്റു പെണ്ണുങ്ങൾ അടക്കം പറഞ്ഞ് ചിരിച്ചു. എന്തു അടികച്ചു താലവും പിടിച്ചുകൊണ്ടെന്ന് ആലോചിക്കുന്നേ? അവന്റെ ചോദ്യം കേട്ട് അവളുടെ മുഖത്തെ ചിരി മാഞ്ഞു. എന്താലോചിച്ചെന്നാ? ഞാനൊന്നും ആലോചിച്ചില്ല. മുഖത്ത് പരമാവധി നിഷ്കളങ്കത വരുത്താൻ ശ്രമിച്ചുകൊണ്ടാണ് അവളത് പറഞ്ഞത്. പക്ഷെ പറഞ്ഞത് ഒരു പോലീസുകാരനോടാണെന്ന കാര്യം അവൾ അങ്ങ് മറന്നുപോയി. പിന്നെ നിന്റെ മുഖത്തെന്താ വല്ലാത്തൊരു ചിരി? ചോദ്യവും ചോദിച്ച് വല്ലാത്തൊരു നോട്ടത്തോടെ നിന്നു ദേവൻ. ഇനിയും അങ്ങോട്ട് നോക്കിയാൽ കള്ളി വെളിച്ചത്താകുമെന്ന് തോന്നിയതും അവൾ മുഖം തിരിച്ച് താലത്തിലെ വിളക്കിന്റെ തിരി അല്പമൊന്ന് നീട്ടി. അവിടെ തന്നെ നിന്ന് അവളെ അടിമുടി നോക്കി വെള്ളമിറക്കുന്നതിനിടയിൽ താൻ പഴയ ഓട്ടോ ഡ്രൈവർ അല്ല, സ്റ്റേഷൻ SHO ആണെന്ന കാര്യം അവനും മറന്നുപോയി. ഇങ്ങേരെന്താ ജോസഫ് സാറേ ആ പെൺപിള്ളേരുടെ അടുത്ത് ഒട്ടി നിൽക്കുന്നേ? ആള് വെടിപ്പല്ലേ? ഡ്രൈവർ രാജന്റെ ചോദ്യം കേട്ട് ജോസഫ് അയാളെ നോക്കി പുച്ഛത്തോടെ ചുണ്ടിന്റെ കോണൊന്നുയർത്തി. എടോ, അതങ്ങേര് സ്നേഹിക്കുന്ന പെണ്ണ. ചില പ്രശ്നങ്ങളും കൊണ്ട് അവരുടെ വിവാഹം നടന്നില്ലെന്നേ ഉള്ളൂ. താൻ കേട്ട് കാണും, ഒരു 6 വർഷം മുന്നേ ഇവിടെ വിവാഹത്തിന്റെ അതിരാത്രിയില് സ്വന്തം ഭർത്താവിനെ കൊല്ലാൻ ശ്രമിച്ച ഒരു സ്ത്രീ ഗൗരിയെ പറ്റി. ആ പുള്ളിക്കാരി അത്. ആണോ? രാജൻ അത്ഭുതത്തോടെ ജോസഫിനെയും തിരികെ ഗൗരിയെയും ഒരിക്കൽ കൂടി ഒന്ന് നോക്കി. കൊള്ളാം, ദേവൻ സാറിന് പറ്റിയ കൂട്ട് തന്നെ അല്ലേ? അവരെ കെട്ടിയവനെ ആണത്ര ശരിയല്ലായിരുന്നു. കൈകൾ പിന്നിൽ കെട്ടി ആൾക്കൂട്ടത്തിലേക്ക് ശ്രദ്ധിക്കുന്നതിനിടയിൽ ജോസഫ് പറഞ്ഞത് കേട്ട് രാജന്റെ നോട്ടം വീണ്ടും ഗൗരിയുടെ നേർക്കായി. ദേവൻ അപ്പോഴും ആ തിരക്കിനിടയിൽ ഗൗരിയോടൊന്നും സംസാരിക്കാൻ സാധിക്കാത്തതിന്റെ ഇച്ഛാഭംഗത്തോടെ നിൽക്കുകയായിരുന്നു. നീ ഇന്ന് പതിവിലേറെ സുന്ദരിയായിട്ടുണ്ട് എന്ന് അവളോട് പറയണമെന്ന് അവൻ അതിയായ മോഹമുണ്ടായിരുന്നു. പക്ഷെ ചുറ്റും നിൽക്കുന്ന മറ്റു പെൺകുട്ടികളുടെ കണ്ണുകൾ തങ്ങളെ രണ്ടാളെയും അളക്കുകയാണെന്ന ബോധമുള്ളതുകൊണ്ട് അവൻ ഒതുങ്ങി. അവന്റെ ആ നോട്ടം ഗൗരിയും കണ്ടു. തന്റെ സൗന്ദര്യത്തിൽ അവൻ മതിമറന്ന് നിൽക്കുകയാണെന്ന ബോധ്യം അവളുടെ ചുണ്ടുകളിൽ ഒരു ചെറിയ പുഞ്ചിരി വിരിയിച്ചു. ആ സന്തോഷം അവളുടെ മുഖത്തിന് കൂടുതൽ തിളക്കവും നൽകി. ഏട്ടോ, എന്തോന്ന് നോട്ടാ ഇത്? അവളങ്ങ് ദഹിച്ചു പോകുമല്ലോ. കാതിനരികിൽ നീലിവിന്റെ മന്ത്രണം കേട്ടാണ് ദേവൻ ആ സ്വപ്നലോകത്തിൽ നിന്നും വെളിയിൽ വന്നത്. തൊട്ടുമുന്നിൽ ഇളിച്ചും കൊണ്ട് നിൽപ്പുണ്ട് അവൾ. കൂടെ ഭർത്താവ് ശ്രീജനും കിങ്ങിണിയുമുണ്ട്. ദേവനെ കണ്ടതും കിങ്ങിണി ഓടി വന്ന് അവന്റെ തോളിലേക്ക് ചാടിക്കയറി. ദേവൻ മീശ ഒന്ന് പിരിച്ച് ചമ്മൽ അകറ്റാൻ ശ്രമിച്ചു. നീലിമ ഗൗരിയുടെ അടുത്തേക്ക് നീങ്ങിയപ്പോ ശ്രീജൻ അവനോട് സംസാരിക്കാൻ തുടങ്ങി. അതിനിടയിലേക്കാണ് കമ്മിറ്റിക്കാരുടെ ബാഡ്ജും കുത്തി പ്രദീപും സുധീഷും കയറി വന്നത്. അവരുടെ ഷർട്ടിൽ കുത്തിവെച്ചിരുന്ന ആ ബാഡ്ജ് ദേവനെ 6 വർഷം പിന്നിലേക്ക് കൊണ്ടുപോയി. അന്ന് ഇതുപോലൊരു ബാഡ്ജും കുത്തി ഷർട്ടിന് മുകളിലായി തോളിൽ ഒരു തോർത്തുമിട്ട് ആവേശത്തോടെ കമ്മിറ്റിക്കാര്യങ്ങൾ നോക്കി നടന്നിരുന്ന തന്റെ പഴയ രൂപം അവന്റെ മനസ്സിൽ തെളിഞ്ഞു. രാഷ്ട്രീയവും സൗഹൃദവും നിറഞ്ഞ ആ മനോഹര കാലം ഒരു നിമിഷം അവന്റെ ഉള്ളിലൂടെ മിന്നി മറഞ്ഞുപോയി. എന്താടാ ദേവ, നീ അങ്ങ് എത്തിയിട്ട് ഇന്നാണോ ഒന്ന് കാണാൻ കിട്ടുന്നേ? യൂണിഫോമിൽ നിന്നെ കാണാൻ ഒരു പ്രത്യേക ചന്തം തന്നെ ഉണ്ട്. സുധീഷ് അവന്റെ തോളിൽ തട്ടി ചിരിച്ചു. പിന്നെ നമ്മുടെ പഴയ സഖാവ് ഇപ്പോ സ്റ്റേഷൻ SHO അല്ലേ, ജാട കുറച്ച് ഓടും. പ്രദീപ് തമാശ രൂപേണ പരിഭവം പറഞ്ഞു. ദേവൻ ചിരിച്ചുകൊണ്ട് അവരുടെ കൈകൾ ചേർത്ത് പിടിച്ചു. ജാടയൊന്നും അല്ലടാ, തിരക്കുകൾക്കിടയിൽ പെട്ടുപോയി. ഈ ബാഡ്ജ് കണ്ടപ്പോൾ ഞാനും പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുകയായിരുന്നു. അന്ന് ഈ അമ്പലപ്പറമ്പിൽ തല്ലുണ്ടാക്കാനും സ്റ്റേജിൽ അനൗൺസ് ചെയ്യാനും നമ്മളല്ലേ മുന്നിൽ നിന്നിരുന്നത്. അതൊക്കെ ഒരു കാലം. പ്രദീപിന്റെ സ്വരം പെട്ടെന്ന് ഗൗരവത്തിലായി. പക്ഷെ നിന്നോട് ഞങ്ങൾക്ക് അല്പം ദേഷ്യമുണ്ട് ദേവ. നീ ഞങ്ങളുടെ കല്യാണത്തിന് വന്നില്ല. അന്ന് യൂണിറ്റില് നമ്മൾ പറഞ്ഞു നടന്നിരുന്നത് എന്തായിരുന്നു? എവിടെയാണെങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം വരുമ്പോ എല്ലാവരും ഒപ്പം ഉണ്ടാകുമെന്ന്. പക്ഷെ നീയൊന്ന് വിളിച്ചാൽ പോലും വരാത്തത്ര തിരക്കിലായി പോയല്ലോ.
സുധീഷും അത് ഏറ്റുപിടിച്ചു. അതേടാ, ജോലിയൊക്കെ കിട്ടിയപ്പോ നീ പഴയ കൂട്ടുകാരെയൊക്കെ മറന്നതുപോലെയായി. കഴിഞ്ഞു പോയ ഓർമ്മകളിൽ ദേവന്റെ മുഖം അല്പമൊന്നു മങ്ങി. ക്ഷമിക്കടാ, സർവീസിൽ കയറിയ ആദ്യ വർഷങ്ങളിലെ ഒന്ന് ശ്വാസം വിടാൻ പോലും സമയം കിട്ടിയിരുന്നില്ല. പിന്നെ ട്രെയിനിങ്ങും ദൂരെയുള്ള സ്റ്റേഷനിലെ ജോലിയും എല്ലാം കൂടി ഒന്നിനും പറ്റാത്ത അവസ്ഥയായിരുന്നു. നിങ്ങളുടെ കല്യാണത്തിന് വരാൻ പറ്റാത്തതിൽ എനിക്കും നല്ല വിഷമമുണ്ടായിരുന്നു. റിയലി സോറി. ആ സംസാരത്തിനിടയിൽ ദേവന്റെ കണ്ണുകൾ അറിയാതെ താലം മേതു നിൽക്കുന്ന ഗൗരിയുടെ നേരെ പോയി. അത് സുധീഷിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. നീ വരാതിരുന്നതിന്റെ പിന്നിലുള്ള യഥാർത്ഥ കാരണം എന്താണെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. ഇനിയെങ്കിലും ഇങ്ങനെ നോക്കി പഴിപ്പിക്കാതെ ആ കാരണത്തെ അങ്ങ് സ്വന്തമാക്കാൻ നോക്ക്. പ്രദീപും അത് ഏറ്റുപിടിച്ചു. അടുത്തു തന്നെ ഞങ്ങൾക്കൊരു സദ്യ തരുമോ? അവരുടെ ചോദ്യം ഉള്ളിലൊരു മധുരം നിറച്ചെങ്കിലും അവനൊന്ന് ചിരിക്കുക മാത്രം ചെയ്തു. സദ്യയൊക്കെ ഉണ്ടാകും, അധികം വൈകില്ല. അതിനിടയിൽ താലം കുന്നുമ്മൽ ക്ഷേത്രത്തിലേക്ക് നീങ്ങാൻ വേണ്ടിയുള്ള അനൗൺസ്മെന്റ് മുഴങ്ങി. പ്രദീപും സുധീഷും താലത്തിന് മുന്നിലുള്ള രഥത്തിന്റെ അടുത്തേക്ക് നീങ്ങിയപ്പോ ദേവന്റെ മനസ്സിൽ ഒരു കല്യാണമേളം കൊട്ടിക്കയറുകയായിരുന്നു. ആ ഘോഷയാത്രയ്ക്കൊപ്പം നടക്കുമ്പോൾ ഗൗരിക്കൊപ്പമുള്ള ഒരു പുതിയ ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളിലായിരുന്നു അവൻ. തോളത്തിരുന്നു കൊണ്ട് കിങ്ങിണി ചെണ്ടമേളത്തിനൊപ്പം കുഞ്ഞു വിരലുകൾ കൊണ്ട് താളം പിടിച്ചു. അവളെയും കളിപ്പിച്ചുകൊണ്ട് നടക്കുന്നതിനിടയിൽ വാക്കുകൾ കൊണ്ട് പറയാനാവാത്ത പ്രണയം നോട്ടങ്ങളിൽ കൂടി കൈമാറിക്കൊണ്ടിരുന്നു ഗൗരിയും ദേവനും. പിന്നിൽ നിന്നും ജാസ്മിന്റെ ശബ്ദം ഇടയ്ക്ക് കേട്ടതുപോലെ തോന്നിയപ്പോ അവൻ തിരിഞ്ഞു നോക്കി. നീലുവിനും ശ്രീജനും ഒപ്പം ജാസ്മിനും കൂടിയിട്ടുണ്ട്. നീ ഇതിപ്പോ വന്നു? അവന്റെ കണ്ണുകളിലെ ആശ്ചര്യം കണ്ട് ജാസ്മിൻ ചിരിച്ചു. വന്നിട്ട് കുറച്ചു നേരമായി, പക്ഷെ ചിലരൊന്നും ഇപ്പോ ഈ ഭൂമിയിലല്ലല്ലോ. അവളോട് ചോദിച്ചതേ അബദ്ധമായി എന്ന മട്ടിൽ കിങ്ങിണിയെയും കൊണ്ട് അവൻ മുന്നോട്ട് നടക്കുമ്പോ പിന്നിൽ നിന്നും 3 പേരുടെയും അടക്കിപ്പിടിച്ച ചിരികൾ കേൾക്കാമായിരുന്നു. ഘോഷയാത്ര കടന്നു പോകുന്ന വഴിയിൽ അതും നോക്കി നിൽക്കുന്ന അരുണിനെ പെട്ടെന്നാണ് ഗൗരി കണ്ടത്. അരുണേട്ടൻ. അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. അരുണിനോട് ചേർന്ന് സുന്ദരിയായ ഒരു യുവതിയും അവളുടെ തോളിൽ ഓമനത്തം തുളുമ്പുന്ന ഒരു 3 വയസ്സുകാരനും ഇരിപ്പുണ്ട്. ഇതായിരിക്കും ലക്ഷ്മിയെടുത്തിയും മകൻ ആദിത്തും. ജാസ്മിൻ പറഞ്ഞു കൊടുത്ത പേരുകൾ ഓർത്തെടുത്തും കൊണ്ട് അവൾ അവരെ നോക്കി. ഗൗരിയെ കണ്ടതും ലക്ഷ്മി അത് അരുണിന് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. നടന്നു നീങ്ങുന്നതിനിടയിൽ ഗൗരി പ്രതീക്ഷയോടെ അരുണിനെ നേർക്ക് നോക്കിയെങ്കിലും അവളെ കണ്ട അവൻ മുഖം കറുപ്പിക്കുകയാണ് ചെയ്തത്. ദേഷ്യത്തോടെ മുഖം വെട്ടിച്ച് അവൻ ലക്ഷ്മിയെയും കൂട്ടി തിരക്കിനിടയിലേക്ക് മറഞ്ഞു. ആ അവഗണനയിൽ ഗൗരിയുടെ മുഖം വാടിപ്പോയി. അതൊക്കെ ശ്രദ്ധിക്കുകയായിരുന്ന ദേവൻ കിങ്ങിണിയെ തോളിലിരുത്തിക്കൊണ്ട് തന്നെ അവളുടെ അടുത്തേക്ക് അല്പം കൂടി നീങ്ങി. ഞാൻ കൂടെയുണ്ടെന്ന് പറയും പോലെ അവനൊന്ന് കണ്ണുകൾ ചിമ്മിക്കാട്ടി. അവന്റെ ആ സാമീപ്യവും ആ ഭാവവും മനസ്സിലാക്കിയ ഗൗരി അത് മതി എന്നതുപോലെ തിരികെ ചിരിച്ചു. കുന്നുമ്മേൽ ക്ഷേത്രത്തിലേക്കുള്ള ആ പാതയിൽ വെളിച്ചത്തിനും മേളത്തിനുമിടയിൽ അവരുടേത് മാത്രമായ ഒരു ലോകത്തായിരുന്നു രണ്ടുപേരും. അന്ന് രാത്രി ആകാശം വർണ്ണാഭമായ വെടിക്കെട്ടിൽ മുങ്ങി നിൽക്കുമ്പോഴും ശ്രീനിലയത്തിലെ ടെറസിന് മുകളിൽ തളം കെട്ടി നിന്നത് ആലോചനകളുടെ പുകപടലങ്ങളായിരുന്നു. രാജേന്ദ്രനും സജീവനും സദാനന്ദനും കൂടി വില കൂടിയ മദ്യത്തിന്റെ അകമ്പടിയോടെ ഒരു വലിയ ഗൂഢാലോചനയുടെ ചുരുൾ നിവർത്തുകയായിരുന്നു. ഈ വെടിക്കെട്ട് പോലെ തന്നെയാണോ ആ ദേവന്റെ കാര്യവും? എപ്പോ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം. പണ്ടേ അവനൊരു തലവേദനയാ, ഇപ്പൊ പോരാത്തതിന് ഇൻസ്പെക്ടറും. ഷർട്ടിന്റെ അഴിച്ചിട്ടിരുന്ന ബട്ടൺസുകൾക്കിടയിലൂടെ വെളിയിൽ കാണുന്ന സ്വർണമാലയിൽ തെരിപ്പിടിച്ചുകൊണ്ട് രാജേന്ദ്രൻ പറഞ്ഞു, സദാനന്ദ, ദേവൻ ഇവിടെ ഉണ്ടെങ്കിൽ ആദിവാസികളുടെ പുനരധിവാസ പദ്ധതിയിൽ നിന്നും നേട്ടം കൊയ്യാനുള്ള കാര്യം നമ്മൾ അങ്ങോട്ട് മറക്കുന്നതാ നല്ലത്. ആ ഭൂമി തട്ടിയെടുക്കാനേ അവൻ സമ്മതിക്കത്തില്ല. സദാനന്ദൻ കയ്യിലിരുന്ന ഗ്ലാസ് ദേഷ്യത്തോടെ മേശപ്പുറത്തേക്ക് വെച്ചു. ഞാൻ നേരിട്ട് പോയി അവനെ കണ്ടതാന്നേ. ഒന്ന് ഒതുങ്ങി നിൽക്കാൻ പറഞ്ഞപ്പോ എന്റെ മുഖത്ത് നോക്കി പറ്റില്ലെന്ന് പറഞ്ഞു അവൻ. ഈ സദാനന്ദൻ ആരാണെന്ന് അവനിപ്പോഴും അറിയത്തില്ല. എന്റെ കൂടെ നിൽക്കാൻ ആ ASI വർഗീസ് പറഞ്ഞു കൊടുത്തപ്പോ അവൻ എന്താ പറഞ്ഞതെന്ന് എനിക്കറിയോ? ജോലി രാജിവെച്ച് എന്നെ സേവിക്കാൻ. ടീപ്പോയിൽ നിന്നും ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ചിട്ട് അയാൾ തീപ്പെട്ടിക്കുള്ളി ദേഷ്യത്തോടെ വലിച്ചെറിഞ്ഞു. സജീവൻ അല്പം പരിഹാസത്തോടെ ഇടപെട്ടു. പഠിക്കുന്ന കാലത്തെ അവൻ എനിക്ക് ഒരു തലവേദനയായിരുന്നു. അവന്റെ ആദർശവും ഒരു തത്വസംഹിതയും. ഇപ്പൊ സ്റ്റേഷൻ SHO കൂടി ആയപ്പോ പിന്നെ പറയണ്ടല്ലോ, അഹങ്കാരം അങ്ങ് ആകാശത്തോളമാ. നിയമത്തിന്റെ വഴികളിലൂടെ നീങ്ങുന്ന പാവമായിട്ടൊന്നും അവനെ കാണണ്ട. അവൻ ഓരോ ചൂടും വെക്കുന്നത് നമ്മളെ പൂട്ടാൻ തന്നെയാ. ആകാശത്ത് ഒരു കൂറ്റൻ അമിട്ട് പൊട്ടിത്തെറിച്ചു. അതിന്റെ ചുവന്ന വെളിച്ചം സദാനന്ദന്റെ വിയർത്ത മുഖത്ത് പ്രതിഫലിച്ചു. അയാൾക്ക് ആ പിരിമുറുക്കം താങ്ങാനാവുന്നുണ്ടായിരുന്നില്ല. ആ വിശ്വം കൂടെയുള്ളതിന്റെ അഹങ്കാരമാ അവന്. സമയമാവട്ടെ, അവന് വേണ്ടത് എന്താണെന്ന് വെച്ചാ ഞാൻ കൊടുക്കുന്നുണ്ട്. അവന്റെ ഈ സത്യസന്ധതയ്ക്കും ആവേശത്തിനും ഒരു പരിഹാരം എത്രയും വേഗം കണ്ടെത്തണം സദാനന്ദ.
സദാനന്ദന് വേണ്ടി ഗ്ലാസ് വീണ്ടും നിറച്ചുകൊണ്ട് രാജേന്ദ്രൻ പറഞ്ഞു. ഇല്ലെങ്കിൽ നമ്മുടെ പ്ലാനുകളൊന്നും നടക്കില്ലെന്ന് മാത്രമല്ല അഴി എണ്ണേണ്ടിയും വരും. സദാനന്ദൻ ദൂരേക്ക് നോക്കി നിന്നു. ഒറ്റങ്കാവിലെ വെടിക്കെട്ട് അതിന്റെ പാരമ്യത്തിലെത്തിയിരുന്നു. തുടർച്ചയായ സ്ഫോടന ശബ്ദങ്ങൾ അന്തരീക്ഷത്തിൽ ഒരു യുദ്ധസമാനമായ പ്രതീതി ജനിപ്പിച്ചു. വഴിയുണ്ടോ? സദാനന്ദൻ പല്ലിറുമി. നിയമത്തിന്റെ വഴിയിൽ അവൻ പുലിയാണെങ്കിലേ അവനെ കെടിയിലാക്കാൻ നമുക്ക് മറ്റു വഴികളുണ്ട്. ദേവൻ അവന്റെ യൂണിഫോമിനോട് ഭ്രാന്തമായ സ്നേഹമാണ്. ആ യൂണിഫോം അഴിപ്പിച്ച് വിട്ടാ പിന്നെ അവനൊന്നുമല്ല. ഒന്നുമില്ലെങ്കിൽ അവൻ നമ്മളോടൊപ്പം നിൽക്കും, അല്ലെങ്കിൽ അവൻ എവിടെയും ഇല്ലാത്ത വിധം ഇല്ലാതാകും. അതിനുള്ള നീക്കങ്ങളൊക്കെ ഞാൻ തുടങ്ങിക്കഴിഞ്ഞു. സദാനന്ദന്റെ കണ്ണുകളിലെ ആ ക്രൗര്യം കണ്ടപ്പോ സജീവനും രാജേന്ദ്രനും പരസ്പരം നോക്കി. വെടിക്കെട്ട് അവസാനിച്ചതോടെ അവിടെ വല്ലാത്തൊരു നിശബ്ദത പടർന്നു. ആകാശത്ത് അവസാനത്തെ അമിട്ടും വർണ്ണമഴയായി പെയ്തിറങ്ങിയതോടെ അന്തരീക്ഷത്തിൽ കരിമരുന്നിന്റെ രൂക്ഷഗന്ധം പടർന്നു. ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് സജീവൻ ഒരു കുടിലച്ചിരിയോടെ സദാനന്ദന്റെ അടുത്തേക്ക് കസേര നീക്കിയിട്ടു. നമ്മൾ അവന്റെ ജോലിയെയും ആദർശത്തെയും മാത്രം ലക്ഷ്യം വെച്ചാലേ അവൻ ചിലപ്പോ അതിനെയൊക്കെ അതിജീവിച്ചെന്ന് വരും സദാനന്ദേട്ട. പക്ഷെ അവനൊരു ബലഹീനതയുണ്ട്. അതൊരു പക്ഷേ അവന്റെ യൂണിഫോമിനേക്കാൾ വലിയ ബലഹീനതയാണ്. സജീവൻ ഒന്ന് നിർത്തി. രാജേന്ദ്രൻ ആകാംക്ഷയോടെ അവനെ നോക്കി. നീ എന്താ ഉദ്ദേശിക്കുന്നത് സജീവ? ഗൗരി, സജീവൻ പറഞ്ഞു. കുട്ടിക്കാലം മുതൽക്ക് ദേവൻ അവളോട് ഒരു പ്രത്യേക അടുപ്പമുണ്ട്. ഇന്നും ആ പഴയ പ്രണയം അവന്റെ ഉള്ളിലുണ്ട് എന്നത് എനിക്ക് ഉറപ്പാ. വെറുതെയാണോ അവൾ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയ അന്ന് തന്നെ അവൻ ഇവിടെ എത്തിയത്? സജീവന്റെ വാക്കുകൾ കേട്ടതും സദാനന്ദന്റെ കണ്ണുകൾ തിളങ്ങി. ഒരു വേട്ടക്കാരൻ ഇരയുടെ മർമ്മം കണ്ടെത്തിയ ആവേശം ആ മുഖത്ത് തെളിഞ്ഞു. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലേ, അല്ലെങ്കിൽ അവളെ ഒന്ന് തൊട്ടാലേ അത് അവന്റെ നട്ടെല്ലിന് കൊടുക്കുന്ന അടിയായിരിക്കും. സ്വന്തം ജീവൻ പോയാലും അവൻ ആദർശം വിടില്ലായിരിക്കും. പക്ഷെ അവളുടെ കാര്യത്തില് അവൻ മുട്ടുമടക്കും. അവനെ തളയ്ക്കാൻ ഏറ്റവും നല്ല വഴി ആ പെണ്ണാണ്. സജീവൻ പറഞ്ഞത് കേട്ട് രാജേന്ദ്രൻ അല്പം ശങ്കയോടെ സദാനന്ദന്റെ നേരെ തിരിഞ്ഞു. പക്ഷെ സദാനന്ദ, അതൊരു റിസ്ക് അല്ലേ? അവളെ ഇതിലേക്ക് വലിച്ചിഴച്ച സംഗതി വേറെ രീതിയിലേക്കൊക്കെ മാറില്ലേ? സദാനന്ദൻ കയ്യിലിരുന്ന ഗ്ലാസ്സിലെ വിസ്കി ഒറ്റവലിക്ക് കുടിച്ചു തീർത്തിട്ട് രാജേന്ദ്രന്റെ തോളിൽ കൈവച്ചു. രാജേന്ദ്ര, യുദ്ധത്തിൽ ജയിക്കാനേ ചിലപ്പോ ചതുരംഗ പലകയിലെ കരുക്കളേക്കാൾ വലിയ നീക്കങ്ങൾ നടത്തേണ്ടി വരും. സജീവൻ പറഞ്ഞത് കൃത്യമാ. ദേവനെ തകർക്കാൻ അവന്റെ ഹൃദയത്തിൽ തന്നെ കുത്തണം. നിയമം കൊണ്ട് നമ്മളെ പൂട്ടാൻ വരുന്നവന്റെ വിധി നമ്മൾ തന്നെ അങ്ങ് തീരുമാനിക്കും. രാജേന്ദ്രനെ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് സദാനന്ദൻ ദൂരേക്ക് നോക്കി ചിന്തിച്ചു. ഗൗരിയെ ഒരു കരുവാക്കി ദേവനെ തളക്കുന്നതിനെ കുറിച്ച് അയാളുടെ ഉള്ളിൽ ഒരു ചിത്രം തെളിഞ്ഞു വരികയായിരുന്നു. ആദിവാസികളുടെ ഭൂമി ഇടപാടിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കാൻ ഗൗരിയുടെ സുരക്ഷ ഒരു ആയുധമാക്കാം. ആ ഗൗരി അവന്റെ തളർച്ചയാകണം. അല്പനേരത്തെ ആലോചനയ്ക്കൊടുവിൽ സദാനന്ദൻ പതുക്കെ പറഞ്ഞു. അവൾക്ക് നേരെ ഒരു കാറ്റ് വീശിയാ പോലും ദേവൻ വിറക്കണം. സജീവ, നീ പറഞ്ഞത് ശരിയാ. നട്ടെല്ലിന് തന്നെ അടിക്കണം. അതാകുമ്പോ അവൻ പെട്ടെന്ന് നിവർന്നു നിൽക്കില്ല. അതിനെ ശരിവെച്ചുകൊണ്ട് രാജേന്ദ്രനും സജീവനും തലകുലുക്കുമ്പോ ക്ഷേത്രമുറ്റത്തു നിന്നും പിരിഞ്ഞു പോകുന്ന ആളുകളുടെ ശബ്ദം വീടിന് മുന്നിലെ വഴിയിൽ നിന്നും കേട്ടു. ആ ടെറസിന് മുകളിൽ ദേവന്റെയും ഗൗരിയുടെയും ജീവിതത്തിനു മേലെ മറ്റൊരു കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് ആ 3 പേരും തങ്ങളുടെ അടുത്ത നീക്കം ഉറപ്പിക്കുകയായിരുന്നു. തുടരും. പ്രിയ പ്രണയിനി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്കണേ. താങ്ക് യു. See you soon.